നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ക്രൂരതയ്ക്കു കൈവിലങ്ങ്. പാലക്കാട് വാളയാറിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരുടെ ദുരൂഹ മരണത്തിൽ പ്രതികളുടെ അറസ്റ്റ് ഇന്നുണ്ടാകും. പെൺകുട്ടികളുടെ ബന്ധു ഉൾപ്പെടെ ഇതുവരെ പോലീസ് കസ്റ്റഡിയിലുള്ളത് 5 പേർ. കൂടുതൽ പേരെ കേസിൽ പ്രതി ചേർക്കുമെന്നും സൂചന. പിടിയിലായവരുടെ മൊബൈൽ ഫോണുകൾ പരിശോധനയ്ക്ക്. പീഡന ദൃശ്യങ്ങൾ പകർത്തി പ്രതികൾ പെൺകുട്ടികളെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നതായി സംശയം. മരണത്തിൽ കൊലപാതക സാധ്യത ചൂണ്ടിക്കാട്ടി ഇളയ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതേസമയം മകളെ പീഡിപ്പിച്ചത് നേരിൽ കണ്ടതായി പറയുന്ന അമ്മയുടെ മൊഴിയിൽ കൂടുതൽ അന്വേഷണവുമായി പോലീസ്. മൂത്ത മകളെ ഉപദ്രവിക്കുന്നത് നേരിൽ കണ്ടിട്ടും തുടർന്നുള്ള പീഡനം തടയാൻ കഴിയാതിരുന്നത് അസ്വാഭാവികം. മൂത്ത മകൾ മരിച്ച ദിവസം മുഖ്യപ്രതി വീട്ടിൽ വന്നതിന് തെളിവുണ്ടെന്ന് അമ്മ ഭാഗ്യവതി. കേസിൽ പ്രതികൾക്കെതിരെ പോക്സോ നിയമം ചുമത്തുമെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി. മൂത്ത പെൺകുട്ടിയുടെ മരണം സംബന്ധിച്ച് പോലീസിന് പരാതി ലഭിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി പിണറായി. സ്ത്രീകൾക്കു നേരെ വർദ്ധിക്കുന്ന അക്രമങ്ങൾ സാമൂഹിക ജീവിതത്തിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് സ്പീക്കർ. മാപ്പർഹിക്കാത്ത വീഴ്ച. വാളയാർ സംഭവം അന്വേഷിക്കുന്നതിൽ പോലീസ് വരുത്തിയത് ഗുരുതരമായ വീഴ്ചയെന്ന് വിലയിരുത്തൽ. സഹോദരിമാരിൽ മൂത്ത കുട്ടിയും ക്രൂരപീഡനത്തിന് ഇരയായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശം. അതേസമയം പോലീസ് കേസെടുത്തത് അസ്വാഭാവിക മരണത്തിനു മാത്രം. മൂത്ത കുട്ടിയുടെ മരണം സംബന്ധിച്ച അന്വേഷണം ഊർജിതമായിരുന്നെങ്കിൽ അനുജിത്തയുടെ മരണമെങ്കിലും ഒഴിവാക്കാമായിരുന്നുവെന്ന് നാട്ടുകാർ. കുറ്റവാളികളിൽ ഒരാളും രക്ഷപ്പെടില്ലെന്ന് മുഖ്യമന്ത്രിയും പ്രതികൾക്ക് രാഷ്ട്രീയ സംരക്ഷണമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ്. ഉത്തരമെഴുതും കൗമാരം. പരീക്ഷച്ചൂടിൽ കൗമാര കേരളം. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. 10ാം ക്ലാസ്സിലും ഹയർ സെക്കൻഡറി 1-2 വർഷ ക്ലാസുകളിലുമായി പരീക്ഷാ ഹാളിലെത്തുന്നത് 13.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. 27 വരെ നീളുന്ന SSLC പരീക്ഷയ്ക്ക് 2933 കേന്ദ്രങ്ങൾ. സംസ്ഥാനത്ത് 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഹാജരാകുന്നത് 4,55,906 വിദ്യാർത്ഥികൾ. ഹയർ സെക്കൻഡറി 1ാം വർഷം 4.61 ലക്ഷം കുട്ടികളും 2ാം വർഷം 4.42 ലക്ഷം വിദ്യാർത്ഥികളും പരീക്ഷ എഴുതുന്നു. 2 വിഭാഗങ്ങളിലും ഏറ്റവും അധികം പേർ പരീക്ഷ എഴുതുന്നത് മലപ്പുറം ജില്ലയിൽ. പാപത്തിന്റെ പഴുതുകൾ. വൈദികൻ പ്രതിയായ കൊട്ടിയൂർ പീഡന കേസിൽ ഫാദർ റോബിൻ വടക്കുംചേരിയെ സഹായിച്ചവരുടെ അറസ്റ്റ് വൈകുന്നതിൽ ആശങ്ക. റിമാൻഡിൽ കഴിയുന്ന ഫാദർ റോബിനെ ചോദ്യം ചെയ്യലിന് വിട്ടുകിട്ടാൻ പോലീസ് സമർപ്പിച്ച ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. കേസിൽ ഉൾപ്പെട്ട സിസ്റ്റർ ഒഫീലിയയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളെ. മുഖ്യപ്രതിയായ ഫാദർ റോബിൻ വടക്കുംചേരിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചവരെ കണ്ടെത്താൻ കഴിയാത്തത് സഭയിലെ ഉന്നതരുടെ ഇടപെടൽ കൊണ്ടെന്ന ആക്ഷേപം. കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രതികൾക്കായി തിരച്ചിൽ വ്യാപകം. 16-കാരി പ്രസവിച്ച കുഞ്ഞിന്റെ പിതൃത്വ നിർണയ പരിശോധനയും അനിശ്ചിതത്വത്തിൽ. അംഗത്തിന് അവസാന അംഗം. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ന് അവസാന അംഗം. രാജ്യം ഉറ്റുനോക്കുന്ന UP തെരഞ്ഞെടുപ്പിൽ ക്ലൈമാക്സ് മത്സരത്തിന് ട്രാക്ക് 40 മണ്ഡലങ്ങളിൽ. ശ്രദ്ധാകേന്ദ്രം പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസി. മണിപ്പൂരിൽ ഇന്ന് നടക്കുന്ന 2ാം ഘട്ട പോളിംഗ് 22 സീറ്റിലേക്ക്. 5 സംസ്ഥാനങ്ങളിലേക്ക് 1 മാസം മുൻപ് തുടക്കമിട്ട തെരഞ്ഞെടുപ്പ് മത്സരച്ചൂടിന് ഇന്ന് തിരശ്ശീല വീഴും. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും കൈകോർത്ത UPയിലെ മത്സരഫലം ഉറ്റുനോക്കി നിരീക്ഷകർ. കാര്യമായ അക്രമ സംഭവങ്ങളില്ലാതെ 7 ഘട്ടവും പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5 സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണൽ ശനിയാഴ്ച. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.